നമുക്കൊന്ന് ചെങ്കലവ മുളക് കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ചട്ടിക്കകത്ത് എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിച്ച് അതിൽ എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇടണം. കടുക് ഇട്ടുമ്പോൾ നമുക്ക് ഉള്ളിയും വറ്റൽമുളകും കൂടി ഇടണം. അത് കഴിഞ്ഞ് കുറച്ച് കരിവേപ്പില ഇടണം. എന്നിട്ട് ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്ക് വരട്ടണം. വരട്ടിയിട്ട് അതിൽ മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി എന്നിവ ചേർക്കണം. പിന്നെ ലേശം പുളി ചേർക്കണം. എന്നിട്ട് നല്ല തിളച്ച് വരുമ്പോൾ മീൻ പറക്കി നമുക്ക് അതിലിട്ട് കറി വെക്കണം. അതാണ് മുളക് കറി. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ വറ്റൽമുളക് പൊട്ടട്ടെ കടുക് പൊട്ടട്ടെ. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. തെങ്ങാമത്ത് നിന്ന് അമ്മ മീൻ കറി വെക്കാൻ വന്നു. എന്തൊക്കെയാണ് അമ്മ ഇട്ട് കൊടുക്കാന്ന് പറയുന്നത്? വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇഞ്ചി ഇടാം. ഇഞ്ചി ഒന്ന് നമുക്ക് ഉള്ളിയോടെ ഇട്ട് കൊടുക്കാം. കൊച്ചുള്ളി അരിഞ്ഞത്. പച്ചമുളകും കൂടി ഇടാം. എന്തോ പറ അമ്മൂമ്മ വെക്കുന്നത് നോക്കുവന്നോ എങ്ങനെയാണോ? കരിവേപ്പില ഇട്ട് കൊടുക്കാം. കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഉലുവാപ്പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് മല്ലിപ്പൊടി ആവശ്യത്തിന്, പൊടിയുടെ എല്ലാം പച്ച മാറിയിട്ടുണ്ട്. ചുവപ്പായി നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് പത്തനംതിട്ട സ്റ്റൈലിലെ മീൻകറി. ലേശം ഉപ്പിട്ട് കൊടുക്കാം.
അടച്ച് വയ്ക്കാം. എന്നിട്ട് നമ്മൾ പുളി ഇട്ട് കൊടുത്തു. ഇട്ട് ഇനി മീൻ പറക്കി ഇടാൻ പോവുക. ഇനി മീനൊക്കെ ഒന്ന് വേവട്ടെ. അപ്പോൾ പുളി ഇട്ടു, മസാലയെല്ലാം ചേർത്തു, വെള്ളം ഒഴിച്ചു, എല്ലാം ഉപ്പും ആവശ്യത്തിനുണ്ട്. ആവശ്യത്തിന് ഇട്ടു, എല്ലാം റെഡിയായി. ഇനി ഒന്ന് വേവട്ടെ. നമ്മുടെ മീൻകറി നല്ല പരുവായി. ഇനിയിപ്പോൾ വാങ്ങി വെക്കാം. നല്ല പരുവത്തിന് പറ്റി, എല്ലാം മുളകും എല്ലാം പിടിച്ച് നല്ല വൃത്തിയാക്കി. ഇങ്ങനെ നിങ്ങളും ഈ മീൻകറി വെക്കണം. എല്ലാവരും ഇത് ചെയ്തു നോക്കണം. ഇതേമാതിരി നമ്മുടെ നാടൻ ചെമ്പിക്കറിയാണ്. സിലോപ്പിയ എന്നും പറയും, ചുവന്നവരയെന്നും പറയും. എല്ലാം ഓരോ നാട്ടിൽ ഓരോ പേരാ. ഈ മീനിന് ഒത്തിരി പേര് പറയും. നിങ്ങൾ ഇതുപോലെ കൊല്ലം ജില്ലയിലെ ചുമന്നവരെന്നാ പറയുന്നത്. ഇങ്ങനെ ചുവന്നവര കറിയായി.